ലക്കി ഭാസ്കർ, ദുൽഖർ സൽമാൻ, മീനാക്ഷി ചൗധരി തുടങ്ങിയവർ അഭിനയിച്ച തെലുങ്ക് സിനിമ. ഇന്ന് ഹിഡൻ ഡീറ്റെയിൽസിനോടൊപ്പം കുറച്ച് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് കൂടിയാണ് പറയുന്നത്. ചിത്രം തുടങ്ങുന്നത് 1992 മാർച്ച് 29-നാണ്. ബ്ലൂ മൂൺ കമ്പനിയുടെ ഷെയർ കുതിച്ചുയരുമെന്ന് ഹർഷ മെഹ്റ പറഞ്ഞു എന്നൊരു വഴിയാത്രക്കാരൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കർ ചിരിക്കുന്നുമുണ്ട്. ചിത്രത്തിൽ പിന്നീട് ഇതേ ബ്ലൂ മൂൺ ഷെയർസ് ഹർഷ മെഹ്റയ്ക്ക് വേണ്ടി സൂരജ് റിഗ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. ഹർഷ മെഹ്റ എന്ന സിനിമയിൽ പറയുന്നത് 1992-ലെ വൺസ് ഇൻ എ ലൈഫ് ടൈം ലൂട്ട് എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും തകർത്ത ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്കാം നടത്തിയ ഹർഷദ് മേത്തയെക്കുറിച്ചാണ്. 1990s തുടക്കത്തിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ എത്ര ശ്രദ്ധിച്ചാലും വരുന്ന മിസ്റ്റേക്സ് അങ്ങിങ്ങായി കാണാം. സിനിമാ പോസ്റ്റേഴ്സിൻ്റെ ടൈം ലൈൻ, കെട്ടിടങ്ങളുടെ സ്ട്രക്ചർ, കലണ്ടർ, അങ്ങനെ. എന്നാലും 2 മിസ്റ്റേക്ക് ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ബാങ്ക് സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ ലെഫ്റ്റ് ബോട്ടം ഭാഗത്ത് കറൻസി റേറ്റ്സ് കാണിക്കുന്നുണ്ട്. അതിൽ USD, EUR, CAD എന്നീ 3 കറൻസികളുടെ കറണ്ട് റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ USD എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറും CAD എന്ന കനേഡിയൻ ഡോളറും 1989 മുൻപേ ഉണ്ടായിരുന്നു. എന്നാൽ EUR എന്ന യൂറോ അത് നിലവിൽ വന്ന 1999 ജനുവരി 1-നാണ്. അതിനു മുൻപുണ്ടായിരുന്നത് യൂറോപ്യൻ കറൻസി യൂണിറ്റ് അഥവാ ECU ആയിരുന്നു. ഇതൊരു മിസ്റ്റേക്കാണ്. ഭാസ്കറിനെ അയാളുടെ അച്ഛൻ വിളിക്കുന്ന സിറ്റുവേഷനിൽ ആ മുറിയിലിരിക്കുന്ന ഒരു ബുക്ക്, ഗ്രിറ്റ്, ഗട്ട്സ് ആൻഡ് ഗംഷൻ, ഡ്രൈവിംഗ് ചേഞ്ച് ആൻഡ് സ്റ്റേറ്റ് ഓൺ ജയന്റ്. ഹൈദരാബാദ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഫിനാൻസ് പ്രൊഫസറായിരുന്ന രാജേഷ് ചക്രവർത്തി എഴുതിയ 2006 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് 2010 പബ്ലിഷ് ചെയ്ത ബുക്കാണത്. 1990-കളിലെ കഥയിലെ ഒരു ഫ്രെയിമിൽ അത് വരാൻ പാടില്ലായിരുന്നു. ആൻ്റണിയുടെ ഫുൾ നെയിം ആൻ്റണി ബ്രഗൻസ എന്നാണ്. അയാൾ കൊണ്ടുവരുന്ന പോർട്ട് ട്രേഡ് ലൈസൻസിൽ അത് കാണാനുണ്ട്. പിന്നീട് അമേരിക്കയിലേക്ക് പോയി അവിടെ അയാൾ തുടങ്ങുന്ന കോഫി ഷോപ്പിൻ്റെ പേര് ബ്രഗൻസാസ് ബീനറി എന്നാണ്. ബീനറി എന്നാൽ ചീപ്പ് റെസ്റ്റോറൻറ്റ് എന്നാണ് അർത്ഥം. അഗൂരി കാസ്റ്റിൽപ്പെട്ട കുടുംബമാണ് ഭാസ്കറിൻ്റെയും സുമതിയുടെയും. പാസ്പോർട്ടിൽ അത് കാണുന്നുണ്ട്. അതൊരു ഹിന്ദു മതവിഭാഗത്തിലെ ബംഗാളി ഒറിജിനുള്ള കാസ്റ്റാണ്. അതായത് ബേസിക്കലി ബംഗാളിയാണെന്നർത്ഥം. എന്നാൽ ബംഗാളിക്ക് പ്രൊമോഷൻ കൊടുത്തു എന്നും പറഞ്ഞ് ബാങ്കിൽ വെച്ച് ബഹളം വെച്ചത് ഇതേ ഭാസ്കർ തന്നെയാണ്. ആൻ്റണി അമേരിക്കയിലേക്ക് പോകുന്നത് സഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഛത്രപതി ശിവജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് 1990-കളിൽ സഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്നത്. 1999-ൽ സഹർ എയർപോർട്ട് എന്ന പേര് മാറ്റി ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാക്കുകയും 2018-ൽ കൂടെ മഹാരാജ് എന്ന് ചേർക്കുകയും കൂടിയാണ് ചെയ്തത്. ചിത്രത്തിൻ്റെ അവസാനം CBI ഓഫീസർ പറയുന്നുണ്ട്, ഗ്രോഹൈ വഴി ഭാസ്കർ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. ഹർഷ മെഹ്റയുടേതായി പറയുന്ന സൂരജ് ജോലി ചെയ്യുന്ന ഷെയർ മാർക്കറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റന്റ് കമ്പനിയാണ് സിനിമയിൽ ഗ്രോഹൈ. ഗ്രോഹയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രോഹൈ എന്നെഴുതിയ പെട്ടിയിൽ സൂരജ് കമ്മീഷൻ പണം ഭാസ്കറിന്റെ കാറിലേക്ക് കയറ്റി വെക്കുന്നത്, ഇതെല്ലാം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ വൺസ് ഇൻ എ ലൈഫ് ടൈം സ്കാം നടത്തിയ ദ ബിഗ് ബുൾ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഹർഷദ് മേത്തയുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കമ്പനിയുടെ പേര് ഗ്രോ മോർ എന്നായിരുന്നു. മോറിന് പകരം ഹൈ എന്നാക്കി സിനിമയിൽ ഉപയോഗിച്ചു എന്ന് മാത്രം. നാട്ടിലെ ബാങ്കിലെ സെക്യൂരിറ്റിക്കും അമേരിക്കയിലെ തൻ്റെ ഹോട്ടലിലെ സെക്യൂരിറ്റിക്കും സല്യൂട്ട് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഭാസ്കർ മാറ്റിയിട്ടില്ല. ഷെയർ മാർക്കറ്റ് റിഗ്ഗിംഗ് സീനിൽ ഷെയർ വാല്യൂസ് കാണിക്കുന്ന സ്ക്രീനിൽ ബ്ലൂ മൂൺ ഷെയറിൻ്റെ ബേസിക് വാല്യൂവും ശേഷം കൂടിയ വാല്യൂസും കാണിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിന് താഴെയുള്ള ബോർഡുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ മിക്കതും ഒറിജിനൽ കമ്പനികൾ തന്നെയാണ്. അതിൽ തന്നെ AC സിമൻസിൻ്റെ ഷെയർ വാല്യൂ കാണിച്ചിട്ടുണ്ട്. 600 രൂപയുടെ അടുത്താണ് വില. റിയൽ സ്കാമിൽ ഹർഷദ് മേത്തയുടെ കളികൾ കൊണ്ട് 200 രൂപയിൽ ACCയുടെ വാല്യൂ ഏതാണ്ട് 6000 രൂപയാക്കി ഉയർത്തി അയാൾ പിന്നീട് നടത്തിയ സ്കാം ഫോർഷാഡോ ചെയ്ത് കാണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1989-92 കാലഘട്ടത്തിൽ നടന്ന ഹർഷദ് മേത്ത സ്കാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ ബാങ്കിംഗ് മേഖലകളിലും ഉണ്ടാക്കിയ തകർച്ചയുടെ ഫലമായി പിന്നീട് വന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSEയുടെ വരവാണ്. അതായത് NSE വരാനൊരു പ്രധാന കാരണം ഈ വൺസ് ഇൻ എ ലൈഫ് ടൈം സ്കാം ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.